മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട പ്രദേശത്ത് ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും. തിരൂർ ജോയിന്റ് ആർടിഒയുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. അപകടവുമായി ബന്ധപ്പെട്ട് 5 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ആംബുലൻസുകൾക്കുള്ള ട്രാക്കിൽ പ്രശ്നങ്ങളുണ്ടെന്നും സ്ഥിരമായി പ്രതിസന്ധി നേരിടുന്നുവെന്നും ആംബുലൻസ് ഡ്രൈവർമാരും പറയുന്നു. ഇന്നലെ അപകടത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോയ ആംബുലൻസിന് വഴിയൊരുക്കാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ ഡ്രൈവർമാർ. അപകടം നടന്ന സ്ഥലത്ത് നിന്നും സോണൽ കൃഷ്ണ തലസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ റോഡിന്റെ അവസ്ഥയൊന്ന് നോക്കിയിട്ട് വരാം. സോണൽ, ഗുഡ് മോർണിംഗ് സോണൽ. ഇപ്പോൾ ആർടിഒ ഉദ്യോഗസ്ഥര് അവിടെ പരിശോധന നടത്താൻ വരുന്നു. ആ റോഡിന് ചില പ്രശ്നങ്ങളുണ്ട്, സാങ്കേതികമായി പിഴവുകളുണ്ട് എന്നുള്ളതാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്. രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയവർ പറഞ്ഞതും അതാണ്. 2 മാസത്തിനിടെ 10ഓളം അപകടങ്ങൾ ഒരേ സ്ഥലത്തുണ്ടാവുന്നു എന്നുള്ളതാണ്. ആ സ്വർണം പൊട്ടിക്കൽ സംഘവും ഇവിടെ കണ്ടല്ലേ വന്ന് തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ വിവാദമായത്? അതേ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ സ്ഥലത്തിന് ആ റോഡിന് പ്രശ്നമുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കണം. ഇന്നിപ്പോൾ പരിശോധന അതൊക്കെ നോക്കുന്നുണ്ടാവും അല്ലേ സോണൽ? അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് ഇന്നലെ അപകടം നടന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു സ്ഥിരം അപകട മേഖലയാണ് എന്നുള്ളത് ഇന്നലെ ഇവിടുത്തെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അത് തന്നെയാണ് തെളിവ്. അതായത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ആ അപകടം നടക്കുന്ന സമയത്തും ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ട കാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട ഒരു വാഗണർ കാറായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ തെളിവ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും ഇന്നലെ അപകടം നടന്നിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ പുതിയ ഡിവൈഡർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് താൽക്കാലിക സംവിധാനമാണ്. മറ്റൊന്ന് നമുക്ക് പ്രധാനമായി പറയേണ്ടത്, ഈ റോഡിന്റെ ഘടന അതിൽ വലിയ അപാകതയുണ്ട് എന്നുള്ളത് ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് സർവീസ് റോഡിൽ നിന്ന് ഈ 6 വരിപ്പാതയിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന വഴി എന്ന് പറയുന്നത് ഈ 6 വരിപ്പാത 4 വരിയായി ചുരുങ്ങുന്ന ഇടത്താണ്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. അതിനു മുൻപ് ഒരു സൂചനാ ബോർഡോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എൻട്രി പോയിന്റ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മറ്റു ബോർഡുകളോ ഇല്ല എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന, അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന യാത്രക്കാർക്ക്, വാഹനങ്ങൾക്ക് പെട്ടെന്ന് വിസിബിൾ ആവുന്ന തരത്തിലല്ല ഈ സർവീസ് റോഡ് ഉള്ളത് എന്നുള്ളതാണ്. ഒരു പക്ഷേ പെട്ടെന്ന് വാഹനം ഇങ്ങോട്ടേക്ക് പ്രധാന പാതയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ പ്രധാന പാതയിൽ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർമാർക്ക് ചിലപ്പോൾ നിന്ന് പതറിപ്പോവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട്. അത്തരം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ആർടിഒയുടെ വിദഗ്ധ സംഘം ഇന്നിവിടെ എത്തി പരിശോധന നടത്തും.